ഇനി പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അത് നമ്മൾ കമൻസ് എന്നാണ് പറയുക. കമൻസ് ഏത് പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കമൻസ് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതി, പ്രിന്റ് ഹലോ എന്ന് എഴുതി. ഓക്കെ, ഇത് റൺ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? ഹലോ എന്ന് ഔട്ട്പുട്ട് വരും. ഇനി ഞാൻ വീണ്ടും ഇവിടെ എഴുതാം, പ്രിന്റ് താങ്ക് യു. ഓക്കെ, അപ്പോൾ പ്രിന്റ് താങ്ക് യു എന്ന് ഇവിടെ വരും. ഹലോ താങ്ക് യു. എനിക്ക് ചെയ്തു പോണ സമയത്ത് എനിക്ക് തോന്നുകയാണ് ഈ ഹലോ എന്നുള്ള തൽക്കാലം എനിക്കിവിടെ വേണ്ട എന്ന് തോന്നുകയാണ്. പക്ഷെ എനിക്കതൊന്ന് മായ്ച്ച് കളയാനും തോന്നുന്നില്ല. എനിക്ക് തൽക്കാലം അതവിടെ വേണേനും, എന്നാൽ അത് റൺ ചെയ്യാനും പാടില്ല. അപ്പോൾ അവിടെ ആ ഒരു ലൈൻ ഉണ്ട്, പക്ഷെ എന്തില്ല, അത് ആക്റ്റീവ് അല്ല. അപ്പോൾ ആക്റ്റീവ് അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈനിൻ്റെ തൊട്ട് മുന്നേ ഹാഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാൻ താങ്ക് യു മാത്രം വന്നിട്ട് എന്ത് വന്നിട്ടില്ല, ഹലോ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഈ രണ്ടാമത്തെ ലൈനിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നമുക്ക് കൊടുക്കാനാണ് നമ്മൾ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുക. ഹാഷ് അല്ലെങ്കിൽ വേറെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാഷ് സാധാരണ കൊടുക്കണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട, ഇപ്പം ദിസ് ഈസ് ടു എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക. അത് പ്രോഗ്രാം ചെയ്യണം, അത് ഉപയോഗിക്കുന്ന ആൾക്കല്ല, പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് പിന്നീട് എടുത്തു. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തു, പിന്നെ എന്തിനാ മനസ്സിലാവും, അല്ലെങ്കിൽ ആ ലൈൻ എന്തിനാ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതുപോലെ ഹാഷ് ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ കൊടുക്കുകയാണ്. z=4, y=6, z=x+y എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഈ x+y ഇത് എന്തിനാ നിങ്ങൾക്ക് പിന്നീട് നോക്കിയാൽ മനസ്സിലാവണം വിചാരിക്കും. ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഹാഷ് ഇട്ട് കൊടുക്കുക. ഹാഷ് എന്താ, ദിസ് ഈസ് ടു ആഡ് എന്നിട്ട് കൊടുക്കുക. അപ്പോൾ എന്താ, ഇത് കമൻറ്റ്. അപ്പോൾ ദിസ് ഈസ് ടു ആഡ് എന്നുള്ളത് പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല. അത് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും കാണൂല, ഔട്ട്പുട്ടിൽ എവിടെയും കാണൂല. പക്ഷേ പ്രോഗ്രാമിൻ്റെ ഫയലിനുള്ളിൽ എന്തുണ്ടാവും, ആ കമൻറ്റ് ഉണ്ടാവും. ഇനി ചിലപ്പോൾ നമുക്ക് വലിയ കമൻറ്റ് വേണ്ടരും, അതായത് മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ് എന്നാണ് പറയുക. നമ്മൾ ഈ ഹാഷ് ഇട്ടതിൻ്റെ പ്രത്യേകത ഈ ലൈനിൽ മാത്രം കണ്ടോ കളർ മാറിയിട്ടുണ്ട്. അടുത്ത ലൈനിൽ അത് വീണ്ടും എന്തിട്ടുണ്ട്, പ്രോഗ്രാം തന്നെയായിട്ടാണ് വരിക. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റ് എന്നാണ് ഏതിന് പറയാം, നമ്മുടെ ഈ ഒരു ഹാഷ് എന്നുള്ള ആൾക്ക് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഹാഷ് എന്ന് എഴുതുക, അതിൻ്റെ അപ്പുറത്തുള്ള സംഗതിയൊക്കെ എന്ത് ചെയ്യും, ഇനാക്റ്റീവ് ആയിരിക്കും. അത് കമൻറ്റ് എന്നാണ് പറയുക. ഇനി എനിക്ക് മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ് ചെയ്യണം, അതായത് എനിക്കിവിടെ താങ്ക് യു ഉണ്ട്, x=4, അങ്ങനെ കുറേ സംഗതി ഉണ്ട്. എനിക്ക് മൊത്തം കമൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, 3 ഡാഷ് ഇട്ട് കൊടുക്കുക, സിംഗിൾ കോഡ്സ് ഇട്ട് കൊടുക്കുക. ശേഷം എനിക്ക് എവിടെയാണത് അവസാനിക്കേണ്ടത് അവിടെ എന്ത് ചെയ്യാം, 3 കോഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള എല്ലാ സംഗതികളും എന്തായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് പറയാം, ഒന്നാമത്തെ ലൈന് കഴിഞ്ഞാൽ 2 മുതൽ 7 വരെ എല്ലാം എന്താണ്, ഇനാക്റ്റീവ് ആണ്. അതൊന്നും എന്ത് ചെയ്യില്ല, വർക്കില്ല. ഞാൻ നേരെ റൺ ചെയ്താലും എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. കാരണം എന്തില്ല, ഒന്നുമില്ല. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, കമൻറ്റ് 3 ഇവിടെ ഇട്ടു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്, ആദ്യത്തെ 3 സിംഗിൾ കോഡ്സ് ഇട്ടിട്ട് പിന്നെ അവസാനത്തെ നമ്മൾ എവിടെയാണോ 3 സിംഗിൾ കോഡ്സ് ഒരുമിച്ചിരുന്നത് അതിൻ്റെ ഇടയിലുള്ള എല്ലാ ആൾക്കാരും ആരായിരിക്കും, കമൻ്റാണ്, ഇനാക്റ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആ 2 കോഡ്സിൻ്റെ ഇടയിൽ താങ്ക് യു ഒന്നും വന്നിട്ടില്ല. പകരം എന്ത് വന്നിട്ടുണ്ട്, 6ാമത്തെ ലൈൻ മുതൽ കറക്റ്റ് പക്കയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമൻറ്റ്, സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻറ്റും. അപ്പോൾ നമ്മൾ 2 കോഡ്സിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് പറയും, മൾട്ടി ലൈൻ കമൻറ്റ് എന്ന്. നമുക്ക് എപ്പോഴും ആവശ്യം വരും, കാരണം ചിലപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എത്തിയിട്ട് ഇത് ആവശ്യമില്ല, തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടും വായിക്കാനും എഴുതാനും നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏറ്റവും ബേസാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആവശ്യമില്ലാത്തതുണ്ട് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ലൈന് വേണമെങ്കിൽ ആ ലൈന് മാത്രം എന്ത് ചെയ്യാം, ഹാഷ് ഇട്ട് കൊടുക്കുക. മൾട്ടിപ്പിൾ ലൈനായിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഒരുമിച്ച് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ 3 സിംഗിൾ കോഡ്സ് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കമൻറ്റ് ചെയ്യാന്നുള്ളത്. എപ്പോഴും ഓർത്ത് വെക്കുക, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, നമ്മളപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഗതികൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സംഗതി പോകാം, വളരെ പതിയ രൂപത്തിൽ. ഓക്കെ, നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യുന്നത് കണ്ടു അല്ലേ. ഇനി ഒരാൾക്ക് തോന്നുന്ന അയാളുടെ പേര് എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റോർ ചെയ്യണം അല്ലേ. നമ്മൾ എക്സിലും വൈയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം കാണിച്ചു. ഇനി ഒരാൾക്ക് എന്ത് വേണം, ഇവിടെ പേര് സ്റ്റോർ ചെയ്യണം. ഇതാണ് നമ്മുടെ മെമ്മറിൻ്റെ അകത്തുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു ബോക്സ്. ഓക്കെ, ഈ ബോക്സിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. x=, ഞാൻ ഹലോ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ ഹലോ എന്നുള്ള പേര് എന്ത് ചെയ്യും, നേരെ ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പം ഈ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ 2 ഡബിൾ കോഡ്സ് അപ്പുറം എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. നമ്മൾ എൻ്ററിൻ്റെ തൊട്ട് ഇടതുവശത്തുള്ള കോഡ്സ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് അമർത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഡബിൾ കോഡ്സ് കിട്ടും. അപ്പോൾ ഇത് എന്താണ്, ടെക്സ്റ്റാണ്. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് എന്തെങ്കിലും നമ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെയുള്ള സ്റ്റോർ ചെയ്യുന്ന ആളുടെ രൂപം
എന്താണ്, അതൊരു ടെക്സ്റ്റ് ആണോ ഒരു നമ്പർ ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം ഇവിടെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മുടെ പൈത്തൺ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും ഇത് ടെക്സ്റ്റ് ആണോ അല്ല. ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 2 കോഡ്സിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 2 രൂപത്തിലുള്ള സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒന്ന് സാധാരണ നമ്പർ 5, 6, 7 എന്ത്, അതിൽ ഡെസിമൽ ഉണ്ടാവില്ല, പോയിന്റ് ഉണ്ടാവില്ല. അപ്പോൾ പോയിന്റ് ഉള്ള നമുക്ക് ഇങ്ങനത്തെ സ്റ്റോർ ചെയ്യുന്നത് 6.7, 2.4 എന്നൊക്കെ നമ്പർ എന്ത് എങ്ങനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയും, ഇൻറ്റീജർ എന്ന് പറയും. എന്താ പറയുക, ഇൻറ്റീജർ. ഇനി 6.7, 2.4 എന്നൊക്കെയുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോട്ട്, ഡെസിമൽ നമ്പറുകൾ എന്ന് പറയും. ഓക്കെ, ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഫ്ലോട്ട്. ഓക്കെ, അപ്പോൾ പേരുകൾ ഓർത്ത് വെക്കുക. അതാണ് ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയുന്ന സംഗതികൾ, അതാണ് ഡാറ്റ ടൈപ്പ്. ഒന്നുമില്ല, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. ഇപ്പം ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്, സ്ട്രിംഗ് എന്നാണ് പറയുക. STR, സ്ട്രിംഗ് എന്നാണ് ഇതിനെ പറയുക, ടെക്സ്റ്റിനെ പറയാം. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചല്ലോ. സ്ട്രിംഗ് ഉണ്ട് നമുക്ക്. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെയും നമുക്ക് ഇടയ്ക്ക് ചില സമയത്ത് വരും. ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ടെക്സ്റ്റ് ആണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പിന്നെ പോയിന്റ് ഇല്ലാത്ത നമ്പറുകൾ 1, 2, 0, 4, 3, -1, -2 ഒക്കെ ഇൻറ്റീജർ ആണ്. ഇനി നമ്മൾ എന്താ പറയുക, INT എന്നാണ് സാധാരണ എഴുതുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഡെസിമൽ ആയിട്ടുള്ള നമ്മൾ സാധനം ഉപയോഗിക്കുക FLOAT, ഫ്ലോട്ട് എന്നാണ് അതിന് എന്ത് ചെയ്യുക വിളിക്കുക. പേര് ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്ത് വെക്കാം. റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞത് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ പേര് ഇവിടെ സ്റ്റോർ ചെയ്യണം അല്ലേ, നിങ്ങൾക്ക് അവിടെ പേര് സ്റ്റോർ ചെയ്യണം. നമ്മൾ നേരെ പ്രോഗ്രാമിലേക്ക് പോകാൻ എങ്ങനെയാണ് പേര് സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഇവിടെ പേര് സ്റ്റോർ ചെയ്യാൻ എനിക്ക് ഇത്ര ചെയ്യേണ്ടതുള്ളൂ, x = എൻ്റെ പേര് കൊടുക്കുക, 2 കോഡ്സ് കൊടുക്കുക. അപ്പം ചിലതിലൊക്കെ നമ്മൾ ഒരു കോഡ്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അടുത്തത് വരും. അപ്പോൾ 2 കോഡ്സിൻ്റെ ഇടയിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഹലോ, x = ഹലോ. അപ്പോൾ എക്സിൻ്റെ പേരെന്താണ്, എക്സിൻ്റെ അകത്ത് ഇപ്പോൾ എന്താ, എക്സ് എന്നുള്ള വീട്ടിൽ എന്താ ഉള്ളത്, ഹലോ എന്നുള്ള ആളാണുള്ളത് അല്ലേ. ഇനി എനിക്കത് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ, പ്രിന്റ് എക്സ് കൊടുത്താൽ എന്ത് ചെയ്യും, എന്ത് പുറത്ത് വരും, ആ വീട്ടിലൊരാൾ പുറത്ത് വരും. വീട്ടിലുള്ള ആൾ എന്താണ്, ഹലോ എന്നാണ്. അപ്പോൾ വീട്ടിലുള്ള ആളുടെ പേര് ഇപ്പം സാം എന്നാണെങ്കിൽ എന്ത് വരും, അയാളുടെ റൺ ചെയ്താൽ ആ വീട്ടിലുള്ള ആളെന്താണ്, സാം എന്ന് പറയും. റെഡി ആണല്ലോ. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് പുറത്ത് വരും. ഇനി വീട്ടിൽ ഞാൻ എന്ത് ചെയ്തു, സാമിൻ്റെ പാരം എന്ത് ചെയ്തു, 3.5 എന്ന് കൊടുത്തു. ഓക്കെ, 3.5 കൊടുത്താൽ എക്സിൻ്റെ പ്രിന്റ് ചെയ്ത് എന്ത് ചെയ്യും, 3.5 എന്ന് വരും. ഓക്കെ, അപ്പം ഇത് ആ ഡാറ്റ ടൈപ്പിൽ മനസ്സിലാക്കുക. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ട് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിന് ഡെസിമൽ എന്നൊക്കെ പറയും. ഇനി അതിൻ്റെ അകത്ത് നമ്മളുള്ളത് 1, 2, 3, 4 ദശാംശമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിന് നമുക്ക് ഇൻറ്റീജർ എന്ന് പറയാം. എന്താ പറയുക, ഇൻറ്റീജർ. അല്ലെങ്കിൽ നമുക്കത് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇൻറ്റ് എന്ന് പറയാം. ഇനി കൊടുത്തിട്ടുള്ള ആളെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്ട്രിംഗ് എന്ന് പറയാം. ഇതിൽ ഹലോ അല്ലേ, ഒരു ടെക്സ്റ്റാണ് കൊടുത്തത് ഹലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിനെ സ്ട്രിംഗ് STR എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യാം മനസ്സിലാക്കിയേക്കുക. ഇതാണ് ഏറ്റവും ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് പല ഡാറ്റ ടൈപ്പുകൾ അത് നമുക്ക് വരുന്ന സമയത്ത് പറയാം. ഇത്രയും നമുക്ക് ഏറ്റവും മിനിമം ആവശ്യമുള്ള സംഗതികൾ. ഓക്കെ, ഞാൻ എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ സ്റ്റോർ ചെയ്യണ ഒരു സംഗതികൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറയാണ് നെയിം = സേ and address = ഓക്കെ, ഞാൻ കൊടുക്കും. ഇനി എനിക്ക് എന്ത് ചെയ്യണം, നെയിം എന്ന് പ്രിന്റ് ചെയ്താൽ എന്ത് വരണം, നെയിം എന്ന് പ്രിന്റ് ചെയ്താൽ ആര് വരണം, സ്കിൽ ഷോർ എന്ന് വരും. എനിക്കതുപോലെ അടുത്ത ലൈൻ എന്ത് പ്രിന്റ് ചെയ്യാം, അഡ്രസ്സ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തത് എനിക്ക് മനസ്സിലായി, കോപ്പി പേസ്റ്റ് ആണ് ചെയ്തത്. ഞാനിവിടെ ഷിഫ്റ്റ് അടിച്ചു. ഇപ്പോൾ ഷോർട്ട് കട്ടാണ്, ചെയ്തു പോകാൻ എളുപ്പത്തിന് ഷിഫ്റ്റ് അടിച്ചു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്കുള്ള കീ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ എനിക്ക് എൻഡിലെത്തി. ഇനി Ctrl+C അടിച്ചു കോപ്പി ചെയ്യാൻ. എന്നിട്ട് എൻ്റർ അടിച്ചു, താഴെ വന്നു Ctrl+V അടിച്ചു, പേസ്റ്റ് ചെയ്തു. ഇനി എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ മതി, ഇവിടെ ജസ്റ്റ് പേര് മാറ്റാം, അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്തു, പേരും അഡ്രസ്സും ഇവിടെ വന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ എന്താ ചെയ്യണത്, ഇത് എപ്പോൾ റൺ ചെയ്താലും എപ്പോഴും എന്താ വരിക, പേരും അഡ്രസ്സും അങ്ങനെ വരും അല്ലേ. ഇത് നമ്മൾ പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, ഒരു മെഷീൻ ഉണ്ടാക്കി, ആ മെഷീൻ എപ്പോൾ ഓൺ ആക്കിയാലും എന്ത് വരും, ഒരേ പേരും അഡ്രസ്സും വരും. പക്ഷെ നമ്മളെ മെഷീനും അങ്ങനെയാണോ, അല്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിലെ നെയിമാണ് അവിടെ വരിക അല്ലേ. അപ്പോൾ ആര് ബട്ടൺ അമർത്തിയാലും ഒരേപോലെ അല്ല വരേണ്ടത്, മാറ്റം വരണം അമർത്തുന്ന ആളുകൾക്ക് അനുസരിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റോർ ചെയ്യണം. ഡയറക്റ്റ് നമ്മൾ പ്രോഗ്രാമാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ റൺ ചെയ്യുന്നതിന് പകരം, ഫോർ എക്സാമ്പിൾ പറയാം, പിന്നെ നിങ്ങൾ പിന്നെ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു നിങ്ങളെ പേരെന്താണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്. അപ്പോൾ നിങ്ങളുടെ എന്നിട്ട് തിരിച്ച് പറയണം, നിങ്ങൾ ഹായ് ഇന്നാൾ എന്തൊക്കെയുണ്ട് സുഖമല്ലേ, നിങ്ങളുടെ
പിന്നെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് പറയാം. അപ്പം അങ്ങനെ പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ തവണ നമ്മൾ നേരിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ പറയുക, യൂസറെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. നിങ്ങളോട് ചോദിക്കുക, ഇത് റൺ ചെയ്യണ ആരാണോ, ഈ മെഷീൻ ആരോ സ്വിച്ച് ഓൺ ആക്കുന്നത്, അയാളോട് ചോദിക്കാം നിങ്ങൾ എന്തെങ്കിലും പറയൂ, നിങ്ങളുടെ പേര് പറയുമെന്ന് പറയാം. അപ്പോൾ പേരെടുത്തിട്ട് അവിടെ എന്ത് ചെയ്യും, മെമ്മറിയിൽ എടുത്ത് വെക്കണം. പിന്നെ എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യും, തിരിച്ചു തരും. അങ്ങനെയല്ലേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ചോദിക്കാം, അവിടെ എടുത്ത് വെക്കും അല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജും കാര്യമൊക്കെ എന്ത് ചെയ്യും, അതിന് എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഒരു പക്ഷേ അയക്കും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ അത് ചോദിക്കും അല്ലേ. അപ്പോൾ അത് അവിടെ എപ്പോഴും എടുത്തു വെക്കണം, ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂസറോട് ചോദിക്കണം. അപ്പോൾ അങ്ങനെ യൂസറോട് ചോദിക്കാനുള്ള ടെക്നിക്കാണ് നമുക്ക് ഇൻപുട്ട് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻപുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കുന്ന ആളിന്ന് എന്തെങ്കിലുമൊക്കെ സംഗതി എന്ത് ചെയ്യാം ഇങ്ങോട്ട് വാങ്ങാം, മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ത് വേണം, പേര് ചോദിക്കണം. എപ്പോൾ പേര് ചോദിക്കണം, ഇത് റൺ ചെയ്യുമ്പോൾ അയാൾ റൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാൾ പറയാം നിങ്ങളെ പേര് പറയുമെന്ന് പറയണം. മനസ്സിലാവുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റ് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഇൻപുട്ട് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. ഈ ഇൻപുട്ടിൻ്റെ അകത്ത് എന്ത് കാര്യമാണ് മെഷീൻ അങ്ങോട്ട് ചോദിക്കേണ്ടത്, സ്വിച്ച് ഓൺ ആക്കുന്നതോട് പറയാം നിങ്ങളുടെ പേര് പറയൂ. അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ആ നിങ്ങളുടെ പേര് പറയൂ എന്നുള്ള കമാൻഡ് കൂടെ കൊടുക്കാം. അപ്പോൾ ഹായ്, ടെൽ മീ യുവർ നെയിം പറയാല്ല, ശരിക്കും നമ്മൾ എഴുതാണ് ചെയ്യാം. റൈറ്റ്, നമ്മൾ ടെൽ എന്ന് തന്നെ പറഞ്ഞു, നമ്മൾ ആര് മനസ്സിലാക്കാം, ടെൽ മീ യുവർ നെയിം, ആര് പറയും, ഇയാൾ പറയും. അപ്പോൾ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പറയും ടെൽ മീ യുവർ നെയിം എന്ന് എന്ത് ചെയ്യും, ഇവിടെ എഴുതി കാണിക്കും. ഇനി ആ പറയണ പേര് എന്ത് ചെയ്യണം, പിന്നെ തിരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് എടുത്തു വെക്കണം. അപ്പോൾ ഞാനിവിടെ നെയിം ഈക്വൽ ടു, അപ്പോൾ എന്താ സംഭവിക്കാം, ഈക്വൽ ടു എന്നുള്ളത് എപ്പോഴും വലതുവശത്ത് നിന്ന് ബാക്കിലേക്കാണ് വർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റർ യുവർ നെയിം കറക്റ്റ് മനസ്സിലാക്കുക. ടെൽ മീ യുവർ നെയിം എന്ന് പറയും. ഓക്കെ, ആ പറയുമ്പോൾ എന്ത് ചെയ്യും, ഇയാളിവിടെ വെയിറ്റ് ചെയ്യും, ടെൽ മീ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നോക്കുക, ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റ് നോക്കാം. നമ്മൾ വീണ്ടും എഴുതാൻ പോവാണ്, നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം. റൺ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എൻ്റർ യുവർ നെയിം എന്ന് എന്ത് ചെയ്തു, ഇവിടെ വന്നു. അപ്പോൾ ചോദിക്കുന്ന സാധനം എന്ത് ചെയ്തു, ഇവിടുന്ന് കൊടുക്കുകയാണ്, ഇൻപുട്ടായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ പോണത്, ഒരാളുടെ പേര് ചോദിക്കുന്നു, അയാളുടെ അഡ്രസ്സ് ചോദിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ, ഓക്കെ, അയാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യും, നമ്മൾ ഓൺ എന്നുള്ള ബട്ടൺ അമർത്തി. ഓക്കെ, ഓൺ എന്നുള്ള ബട്ടൺ അമർത്തി. ഓൺ അമർത്തി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പേര് പറയൂ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണം, അയാളുടെ പേര് അവിടെ പറയണം. എന്നിട്ട് പറയും നിങ്ങളുടെ അഡ്രസ്സ് പറയൂ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അഡ്രസ്സ് പറയണം, ഇത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഇനി നമുക്ക് അടുത്ത പറയാം, നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഞങ്ങളെ സന്ദർശിച്ചതിന് നന്ദി, എനിക്ക് എഴുതി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്ട്രക്ചർ. നമ്മൾ ഇൻപുട്ട് എന്താണ്, രണ്ട് സംഗതി നമ്മൾ കൊടുക്കും, അത് അവിടെ എടുത്തു വെക്കും, എന്നിട്ട് അത് എടുത്തിട്ട് പറയും. അപ്പോൾ ആ സമയത്ത് എടുത്തു വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് നമ്മൾ വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ വേരിയബിൾ എടുത്തു വെക്കും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, നമ്മുടെ പേര് എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. അപ്പോൾ ഞാൻ പേര് എടുത്തു വെക്കുന്നത് എന്നുള്ളൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ പേര് എടുത്തു വെക്കുന്ന സ്ഥലത്തിന് ഞാൻ നെയിം എന്ന് കൊടുത്തു. ഇനി അഡ്രസ്സ് എടുത്തു വെക്കുന്ന സ്ഥലം ഉണ്ടല്ലേ, ആ അഡ്രസ്സ് എടുത്തു വെക്കുന്ന സ്ഥലത്തിന് ഞാൻ എന്ത് ചെയ്തു, അഡ്രസ്സ് തന്നെ എഴുതി, അഡ്രസ്സ് അല്ലെങ്കിൽ എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വേണ്ട ഉപയോഗിക്കേണ്ട ഒരാളാണ് ഇൻപുട്ട് എന്നുള്ളത്. എന്താണ് ഇൻപുട്ട് എന്നുള്ള ഒരു കമാൻഡ് നമുക്ക് അവിടെ ഉപയോഗിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാ സമയത്തും അധികം ആവശ്യം വരും. നമ്മുടെ പേര്, ചില നമ്പറുകളൊക്കെ എടുക്കാനൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോകാം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് എന്ത് വേണം, നെയിം എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒരു പേര് വേണമല്ലേ. അവിടെ എന്ത് വരണം, എൻ്റെ പേര് വരണം. അപ്പം ഇവിടെ ഇൻപുട്ട് ഓഫ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. ഇൻപുട്ട് ഓഫ്, ഇതിലൊരു മെസ്സേജ് കൊടുക്കുക, എൻ്റർ യുവർ നെയിം, എൻ്റർ
യുവർ നെയിം, നിങ്ങളുടെ പേര് പറയൂ എന്നുള്ളൊരു സന്ദേശം ഇവിടെ നൽകാം. നൽകിക്കഴിഞ്ഞാൽ അതവിടെ റൺ ചെയ്യണം. ഓക്കെ, എൻ്റർ യുവർ നെയിം ഇങ്ങനെ വരണം. ഓക്കെ, സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബോക്സിലൊക്കെയാണ് കൊടുക്കുക, നമ്മൾ ലോഗിൻ ചെയ്യാൻ യൂസർ നെയിം പാസ്വേഡും കൊടുക്കില്ല. അതേ ടെക്നോളജിയാണ് ഇവിടെ നമ്മൾ നേരെ ഒന്നുകൂടി സിമിലർ ആയിട്ട് നമുക്ക് ചെയ്യാനൊന്നുകൂടി എളുപ്പമുള്ള സംഗതിയാണ് എന്ത്, ഈ ഇൻപുട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ബോക്സ് ആണ്. ഓക്കെ, എന്തിനാ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന ബോക്സ് ആണ് ആര്, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ആൾ ആ ജോലിയാണ് ചെയ്യുക. അപ്പോൾ ഇൻപുട്ടിൻ്റെ അകത്ത് ഒരു സന്ദേശം കൊടുക്കണം അല്ലേ, നിങ്ങളുടെ പേര് പറയൂ, എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആളാണ് ഇവിടെ. ഇനി ആ ബോക്സിൽ നമ്മളൊരു പേര് കൊടുത്താൽ, ഞാനിവിടെ ഒരു പേര് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെയിം എന്നുള്ള ബോക്സിൻ്റെ അകത്തേക്ക് ഇത് ഇവിടെ വന്നിട്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ നെയിം എന്നുള്ള വേരിയബിൾ ബോക്സ് ആണ് അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ ഒന്ന് ചെയ്യാൻ അവിടെ സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കും. ഇനി നമുക്കത് വീണ്ടും കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് അതിൻ്റെ അകത്ത് കൊടുക്കാം. പ്രിന്റിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുകയാണ് യുവർ നെയിം ഈസ്, നിങ്ങളുടെ പേര് എന്ന് പറയുന്നത് എന്താണ്, നെയിം എന്നാണ്. നെയിം നല്ല നെയിമിൻ്റെ അകത്ത് എന്താണ് കൊടുത്തത് അതാണ് അവിടെ വരിക. അപ്പോൾ എൻ്റർ യുവർ നെയിം ഞാനിവിടെ കൊടുത്തു, സ്കിൽ ഷോർ എന്ന് കൊടുത്തു. അപ്പോൾ താഴെ എന്താ വന്നത്, യുവർ നെയിം ഈസ് സ്കിൽ ഷോർ. ഇനി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, താങ്ക് യു സ്കിൽ ഷോർ. അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെ കൊടുക്കാം, താങ്ക് യു കഴിഞ്ഞിട്ട് അവിടെ പേര് വരും, താങ്ക് യു സ്കിൽ ഷോർ എന്ന് വരും. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്, സ്കിൽ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ താങ്ക് യു സ്കിൽ എന്ന് വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, ആദ്യത്തെ ലൈൻ വർക്ക് ചെയ്തപ്പോൾ ആരോ വർക്ക് ചെയ്ത് ശരിക്കും മനസ്സിലാക്കുക, ഫസ്റ്റത്തെ ലൈനാണ് വർക്ക് ചെയ്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഗതി നമുക്ക് യൂസർ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങണമെങ്കിൽ, അതായത് ആ പ്രോഗ്രാം ബട്ടൺ അമർത്തിയ ആൾ എന്ത് റൺ ചെയ്യും, പ്രോഗ്രാം റൺ ചെയ്യും. റൺ ചെയ്യുമ്പോൾ ആ ഉപയോഗിക്കുന്ന ആൾ ആരും ആവും, അയാളുടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് വേണമെന്നില്ലേ, അങ്ങോട്ട് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ചോദിക്കാനാണ് ആരുള്ളത്, നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ എംപ്റ്റി ആയിട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടേണ്ടത് മനസ്സിലാതെ ആളൊന്നും കാര്യമില്ലല്ലോ. അയാൾക്ക് മനസ്സിലായത് എന്താണ് കിട്ടേണ്ടതെന്നുള്ള ചോദിക്കണം. ആ ചോദിക്കുന്ന സന്ദേശം എവിടെ എഴുതണം, ഇവിടെ എഴുതണം. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിളാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. നമുക്ക് ഏറ്റവും അടിസ്ഥാനമാണ് പൈത്തൻ്റെ എങ്ങനെയാണ് നമ്പർ കയ്യിൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു സാധനം തരൂ എന്നിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആരാണ് പണി ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ചെയ്യും, ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന മെഷീൻ ചെയ്യും. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വരുന്ന ആളോട് എന്ത് ചെയ്യും, നമ്പർ തരൂ അല്ലെങ്കിൽ ഈ സംഗതി തരൂ എന്ന് എന്തെങ്കിലും ചോദിക്കണം. അതിനാണ് ആര്, ഇൻപുട്ട് എന്നുള്ള ആള്. അപ്പോൾ ഇൻപുട്ടിന്റെ സിൻടാക്സ് നോക്കി വെക്കുക, ഇൻപുട്ട് എന്ന് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ക്ലോസിങ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഒരു സന്ദേശം നൽകുക. സന്ദേശം എപ്പോഴും എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഒക്കെ രണ്ട് കോഡ്സിൻ്റെ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്തു, നമ്മുടെ പേര് ചോദിച്ചു. ഇനി പേര് മാത്രം പോലെ എനിക്ക് എന്ത് വേണം, അഡ്രസ്സും കൂടി വേണം. അപ്പോൾ എനിക്ക് അഡ്രസ്സ് എന്നുള്ള പേരിൽ എഴുതാം. നമുക്ക് അഡ്രസ്സ് എന്നുള്ള ഒരു ബോക്സ് ഞാൻ ഉണ്ടാക്കി അല്ലേ. അഡ്രസ്സിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും സന്ദേശം കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത്, എൻ്റർ യുവർ അഡ്രസ്, നിങ്ങളുടെ അഡ്രസ്സ് പറയൂ. അപ്പോൾ അഡ്രസ്സ് എവിടെ എടുത്തൊക്കെ ഉണ്ടാവുക, അഡ്രസ് എന്നുള്ള പെട്ടിയിലാണ് എടുത്തിട്ടുണ്ടാവുക, അഡ്രസ് എന്നുള്ള വേരിയബിൾ നെയിമിലാണ് എടുത്തിട്ടുണ്ടാവുക അല്ലേ. അതായത് ആ മെമ്മറിയിലാണ് ഉണ്ടാവുക, മെമ്മറിൻ്റെ പേരാണ്. ഓക്കെ, ഇത് കാണാത്തവർ എന്ത് ചെയ്യണം, മുന്നേ ഉള്ള ഈ ബോക്സ് പറഞ്ഞത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം വരാൻ. കാരണം അത് കണ്ടാൽ നിങ്ങൾക്ക് വേരിയബിൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മളെ മെന്ററിങ് ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു പ്രശ്നമില്ല, നമ്മൾ ഓരോ അസൈൻമെൻറ്റ് ഓരോന്നിന് ശേഷമുള്ള ഓരോ അസൈൻമെൻറ്റ് ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് പോകേണ്ടത്. അപ്പോൾ എൻ്റർ യുവർ അഡ്രസ്സ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം, പേര് പറഞ്ഞതിന് ശേഷം എന്ത് പറയണം, പ്രിന്റ് ചെയ്യണം കേട്ടോ. പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു സംഗതി ഞാൻ പ്രിന്റ് ചെയ്യണം, യുവർ അഡ്രസ് ഈസ് എന്നൊക്കെ പറയണം അല്ലേ. അത് കാണാൻ ഭംഗിക്കൊണ്ട് യുവർ അഡ്രസ് ഈസ് അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ വർക്ക് കിട്ടും. അഡ്രസ് ഈസ്, എന്നിട്ട് ഞാൻ കോമട്ട് എടുത്തു, എന്നിട്ട് ഞാൻ ഇത് അഡ്രസ് കൊടുത്തു. അപ്പോൾ ഈ അഡ്രസ് എന്നുള്ള എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്ത അതേ പേരാണ് താഴെ എവിടെയും കൊടുത്തുള്ളത്. എന്തിനാണ്, അവിടെ കൊടുത്ത പെട്ടിൻ്റെ അതേ പേര് എന്ത് ചെയ്യാൻ താഴെ കൊടുക്കണം, ബോക്സിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കിൽ. എൻ്റർ യുവർ അഡ്രസ്, ഇന്ത്യ. ഓക്കെ, അപ്പോൾ താങ്ക് യു സ്കിൽ, യുവർ അഡ്രസ് ഈസ് ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ ലൈൻ നാലാമത്തെ ലൈനോട് വർക്ക് ചെയ്തു, താങ്ക് യു നെയിം. അപ്പോൾ താങ്ക് യു നെയിം എന്നല്ല വന്നത്, അവിടെ എന്താ വന്നത്, സ്കില്ലാണ് വന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മുടെ ആ പാത്രത്തിൻ്റെ അകത്തുള്ള ബോക്സിൻ്റെ അകത്തുള്ള സംഗതിയാണ് അവിടെ വരിക കേട്ടോ. നമ്മൾ നേരെ ഇവിടെ താങ്ക് യു നെയിം ഡയറക്റ്റ് ഈ രണ്ട് കോഡ്സിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, താങ്ക് യു നെയിം തന്നെയാണ് വരിക. ഓക്കെ, പക്ഷേ അങ്ങനെയല്ല, ആ കോഡ്സിൻ്റെ പുറത്തുമായിട്ട് എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ അത് ശരിക്കും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് നമുക്ക് മനസ്സിലാവും. അത് കണ്ട് കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ ഇത് മാറി ഇതിലുള്ള അസൈൻമെന്റ്സ് ചെയ്താൽ കറക്റ്റ് ഇത് ക്ലിയർ ആവും കേട്ടോ. ഒരു പ്രശ്നമില്ല. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തീരെ കണ്ട് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ പറയണത്. നിങ്ങൾ ആൾറെഡി ചെറിയ ഏതെങ്കിലും ലാംഗ്വേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ടൈമുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. റെഡി.
അപ്പോൾ യുവർ അഡ്രസ് ഈസ് അഡ്രസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എത്ര ചെറിയ ചെറിയ സംഗതികളാണോ? യെസ്, ഇങ്ങനെ ചെറിയ ചെറിയ സംഗതികളാണ് നമ്മുടെ വലിയ വലിയ സോഫ്റ്റ്വെയറിൻ്റെ അകത്തും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ സംഗതികൾ കൂട്ടി 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 വെച്ചിട്ടാണ് എന്ത് വലിയ സോഫ്റ്റ്വെയർ ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസ് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് വലിയത് ചെയ്യാനും വലിയ പണി ഉണ്ടാവില്ല. ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പേരും അഡ്രസ്സും അവിടെ എടുത്തു വെച്ചു. എനിക്ക് വീണ്ടും പേരും അഡ്രസ്സും വീണ്ടും പ്രിന്റ് ചെയ്യണം, വേറെ എന്തെങ്കിലും സംഗതി കാണിക്കണം. അതിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഈ എടുത്തു വെച്ച പേരും അഡ്രസ്സും എനിക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, എത്ര തവണ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവർത്തിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എടുക്കുന്ന രൂപം. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിലുള്ള അസൈൻമെന്റ്സ് കൃത്യമായിട്ട് ഇതിന് ശേഷം ചെയ്യുക. ഓക്കെ, താങ്ക് യു.